ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ നമ്മൾ ആദ്യം മുതൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. 12 മുതൽ 19 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ രാത്രിയിൽ നമ്മുടെ ചിന്തയെ നമ്മൾക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം ദൈവസഭയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. പക്വത പ്രാപിച്ച ദൈവസഭയുടെ അടയാളങ്ങൾ 1 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നു. അതിനുശേഷം 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പക്വത പ്രാപിച്ച വിശ്വാസികളുടെ അടയാളങ്ങൾ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഇനിയും 12 മുതൽ 19 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ 12-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ പറഞ്ഞു നമ്മളെ പഠിപ്പിക്കുന്നത് പക്വതയുള്ള ക്രിസ്തീയ സാക്ഷിയുടെ അടയാളങ്ങൾ. പക്വത പ്രാപിച്ച യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്താൽ വിടുവിക്കപ്പെട്ട വിശ്വാസികളുടെ അടയാളം എങ്ങനെയായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ 12 മുതൽ 19 ഒരു വാക്യത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികൾ ഏത് സാഹചര്യത്തിലും പരാജയപ്പെട്ടു പോകാത്തവരായിരിക്കണം ക്രിസ്തീയ വിശ്വാസികൾ. അവിടെയാണ് ക്രിസ്തീയ വിശ്വാസിയുടെ പക്വത നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നത്. ഇനി 12 മുതൽ 19 വരെ വാക്യത്തിൽ 3 പാർട്ടായിട്ട് പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ നമ്മളെ ഓർപ്പിച്ച് ഉണർത്തുന്നു. 12-ാം വാക്യം മുതൽ 14 വരെയുള്ള വാക്യത്തിനകത്തുനിന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ പരിഗണിക്കാതെ അദ്ദേഹം സുവിശേഷം അറിയിച്ചു. അതിന്റെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാഹചര്യങ്ങൾ തനിക്ക് പ്രതികൂലമായിരുന്നുവെങ്കിലും സുവിശേഷത്തെക്കുറിച്ചുള്ള ദർശനം അകത്തു കിടക്കുന്നുകൊണ്ട് ആ സാഹചര്യത്തെ താൻ പരിഗണിക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തു. ഇനി 2-ാം ഭാഗം പഠിച്ചു വരുമ്പോൾ അതിന് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ടിട്ട് പലർക്കും അസൂയയും പിണക്കും ശത്രുത മനോഭാവം ഒക്കെ ഉണ്ടായെങ്കിലും പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി അസൂയയോ പിണക്കമോ മറ്റ് ആഗ്രഹങ്ങളോ സുവിശേഷത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുമായിട്ട് എനിക്ക് ഇല്ലായിരുന്നു. ഇനി 3-ാം ഭാഗം 19-ാം വാക്യം പൗലോസ് പഠിപ്പിക്കുകയാണ് ഒരു സന്തോഷകരമായൊരു അന്ത്യത്തിൻ്റെ ഉറപ്പ് പക്വത പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. കാരണം തനിക്കൊരു ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞു, യേശുക്രിസ്തു മുഖാന്തരമായി ഒരു രക്ഷ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ 1-ാം ഭാഗം 12-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി നമുക്ക് ആദ്യമായി ചിന്തിക്കുക. പൗലോസ് പറയാണ് ഇരുണ്ട സാഹചര്യങ്ങളെ പൗലോസ് അഭിമുഖീകരിച്ചു. നമ്മുടെ 12-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഇരുണ്ട സാഹചര്യങ്ങളെ താൻ അഭിമുഖീകരിച്ചപ്പോൾ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. നമുക്കറിയാം, റോമ ഗവൺമെന്റിന്റെ ജയിലറയ്ക്കകത്ത് താൻ അകപ്പെട്ടു പോയി കടന്നപ്പോൾ അവിടെ ഇരുണ്ട സാഹചര്യങ്ങൾ അകത്ത് നിന്നുകൊണ്ട് തനിക്ക് ചുറ്റുപാട് നിൽക്കുന്നവർ ആ സാഹചര്യങ്ങളെ പഴിച്ചു തനിക്കെതിരെ സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ജയിലറയ്ക്കകത്ത് ജയിലറോ കൂട്ടു തടവുകാരോ ഒക്കെ തന്നെ പഴിക്കുമ്പോഴും ആ സാഹചര്യങ്ങളെ ക്രിസ്തു നിമിത്തം അത് ഏറ്റെടുക്കുവാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഈ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് ഈ ഇരുണ്ട സാഹചര്യങ്ങളെ ഉപയോഗിച്ചു.
ഈ വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ വളരെയധികം ഹൃദയം നുറുക്കത്തോടുകൂടി, നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി, മനസ്സൊരുക്കത്തോടുകൂടി വായിച്ചു വരുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷത്തിന്റെ വീക്ഷണം, അതിൻ്റെ ആ വിളിയുടെ ആശ എന്താണെന്ന് ഇതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ പൗലോസ് പറയാണ്, സുവിശേഷം പ്രചരിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ ഇരുണ്ട സാഹചര്യത്തെ താൻ ഉപയോഗിച്ചു. നമുക്കറിയാം ഈ പൗലോസ് അപ്പോസ്തലനെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് പഠിച്ചു മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നത്, താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 വർഷത്തെ റെന്റിനെടുത്ത വീടിനകത്ത് തടവിലാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പൗലോസിനെ കൊണ്ടുപോകുന്നത്. ഈ ചക്രവർത്തി അല്ലെങ്കിൽ രാജാക്കന്മാർ ഈ പൗലോസ് അപ്പോസ്തലനെ അവിടെ തടങ്കിലാക്കി കഴിഞ്ഞപ്പോൾ ഈ എഫേസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ ഒരു വാക്കൗട്ട് ഉപയോഗിച്ചുകൊണ്ട് ചങ്ങലകളാൽ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ഈ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചങ്ങലയല്ല, തൻ്റെ ഇരു കൈകളിലും ചങ്ങല ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഈ ബന്ധനം സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ആ സാഹചര്യമാണ് പൗലോസ് പറയുന്നത്. തൻ്റെ സാഹചര്യം, ഇരുണ്ട സാഹചര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ താൻ അതിന് മടി വിചാരിക്കാതെ ആ സാഹചര്യത്തിലെ യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചു. എന്താ സാഹചര്യം എന്ന് അറിയാമോ? അവിടെ പറയാണ്, എഫേസ് ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യം 19-ാം വാക്യം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. എങ്ങനെ? തന്നെ നോക്കുവാൻ വേണ്ടി ആ രാജ്യത്തെ, റോമാ രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടി, അതിനെ കാവൽ നിൽക്കുവാൻ വേണ്ടി ഏകദേശം സ്പെഷ്യൽ സെക്യൂരിറ്റീസ് ആയിട്ട് ഒരു 6000 പേരോളം ഉണ്ട്. 6000 ചെറുപ്പക്കാരുണ്ട്, റോമൻ പൗരന്മാര്. 6000 യുവത്വം നിറഞ്ഞ 6000 ചെറുപ്പക്കാരുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സംരക്ഷണം ചെയ്യുക, അതിനെ ഭരിക്കുന്നവരെ സംരക്ഷണം ചെയ്യുക, അതിനുവേണ്ടി നിയമങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ റോമിൽ മാത്രം താമസിക്കുന്ന 6000 പട്ടാളക്കാര്. ആ പട്ടാളക്കാരെയാണ് ഈ വേദപണ്ഡിതന്മാർ പറയുന്നത്, ഒരു വാക്കുണ്ട് അവിടെ, ഈ പട്ടാളക്കാരിൽ തടവു ജയിലിൽ നിന്ന് ആക്കപ്പെട്ട വ്യക്തികൾ തടവ് ചാടിപ്പോകാതിരിക്കുവാൻ, ജയിലിൽ ചാടിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഒരു പട്ടാളക്കാരന്റെ കൈ ഈ ചങ്ങലകളുമായി, തടവിലാക്കപ്പെട്ട വ്യക്തിയുടെ ചങ്ങലയുമായിട്ട് കൂട്ടി ബന്ധിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ചാടിപ്പോകുവാൻ കഴിയത്തില്ല. ഇവിടെ പൗലോസ് പറയുന്നത്, ചങ്ങലകളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടു. എങ്ങനെ? ഈ പട്ടാളക്കാരൻ കാവൽക്കാരായി നിന്നുകൊണ്ട് എന്നെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. അത് എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. എങ്ങനെ? ഈ ചങ്ങലകളാൽ കൂട്ടി ബന്ധിപ്പിച്ചിരിക്കുന്ന പട്ടാളക്കാരനോട്, സോൾജിയറിനോട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും ആ റോമ പട്ടണത്തിലേക്ക് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് അത് കാരണമാക്കി പൗലോസ് മാറ്റിയെങ്കിൽ, ഈ രാത്രി നമ്മളത് ചിന്തിച്ചോണം. നമ്മുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിലും യേശു ക്രിസ്തു നിമിത്തം ആ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലെ നമ്മൾ അനുകൂലമാക്കി എടുക്കുന്നതാണ് പക്വത പ്രാപിച്ച യേശു ക്രിസ്തുവിന്റെ സാക്ഷികളെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ചങ്ങലകളാൽ എന്നെ ബന്ധിക്കരുത്. ആരെ ബന്ധിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിന് സ്ഥാനാധിപതിയായിട്ട്, അംബാസിഡറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഈ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ ഈ ചങ്ങലകളാൽ മാറി മാറി വരുന്ന, ഈ ജയിലറയ്ക്കകത്ത് അകപ്പെട്ട് കിടക്കുമ്പോൾ ആ മാറി മാറി വരുന്ന പട്ടാളക്കാരോട് തന്റെ സുവിശേഷം അറിയിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നു കഴിഞ്ഞപ്പോൾ അവർ വെളിയിൽ പോയി മറ്റുള്ളവരുടെ സുവിശേഷം പറഞ്ഞ് അങ്ങനെ റോമ പട്ടണം മുഴുവനും രാജാവിന്റെ രാജകുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ഇടവന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർ ദൈവസഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനോട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഫിലിപ്പിയരോട് പറയാണ്, സഹോദരന്മാരെ, ഇത് എനിക്ക് ഭവിച്ചത് നിങ്ങളാരും ഭാരപ്പെടേണ്ട, ഇത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന, പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഏത് സാഹചര്യത്തിലും
നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സാക്ഷ്യത്തെ പരാജയപ്പെടുത്തുവാൻ ഒരിക്കലും അനുവദിക്കരുത്. സാഹചര്യം ഒരുപക്ഷെ പ്രതികൂലമായിരുന്നേക്കാം. നമുക്ക് അനുകൂലമായൊരു സാഹചര്യം കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിലും പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ആ സാഹചര്യം അനുകൂലമല്ലെങ്കിലും നമ്മൾ അതിനെ അനുകൂലമാക്കി എടുക്കണം. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെ കീഴ്പ്പെടുന്നവരായി തീരണം, കീഴടക്കുന്നവരായി തീരണം. സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാത്തവരായി മാറും, വേദപുസ്തകം വായിക്കാത്തവരായി മാറും. നമ്മുടെ ജീവിതയാത്രയിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗമൊക്കെ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊക്കെ എത്രമാത്രം സുഖസുഖകരമായ സൗകര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഇടിവിൽ നിൽക്കുവാനോ ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് കരയുവാനോ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ പൗലോസ് പറയാണ്, ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പട്ടാളക്കാരനുമായി കൈവിലങ്ങിൽ ബന്ധിച്ചിരിക്കുമ്പോഴും ഈ സാഹചര്യങ്ങളെ, എനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ യേശു ക്രിസ്തു മുഖാന്തരമായി ഞാൻ അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, സാഹചര്യങ്ങൾ തൻ്റെ ജീവിതയാത്രയിൽ എതിരായി വന്നപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം അതിനെ ജയിച്ചു മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. മാത്രമല്ല, സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമല്ലായിരുന്നപ്പോഴും താൻ അതിനെ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുവാനോ മറ്റുള്ളവരെ പുറകോട്ട് വലിക്കുവാൻ താൻ അനുവദിക്കാതെ സാഹചര്യങ്ങളെ അനുകൂലമാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ താൻ പ്രസന്റ് ചെയ്യുവാൻ താൻ സന്നദ്ധനായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കുമ്പോൾ ആ സാഹചര്യങ്ങൾ മറ്റുള്ള വിശ്വാസികളെ അവരുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് വലിച്ചു കളയുന്നവരായി നമ്മൾ മാറരുത്. നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ അത് ക്രിസ്തു മുഖാന്തരമായിട്ട് അതിനെ അനുകൂലമാക്കി എടുക്കുന്നവരെ, കീഴ്പ്പെടുത്തുന്നവരായി തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഈ പൗലോസ് അപ്പോസ്തലൻ മറ്റു വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൻ്റെ ജീവിതയാത്രയിൽ ഈ തനി നേരിട്ട ആ പ്രതിസന്ധി, ജീവിതയാത്രയിൽ നിരാശപ്പെട്ട് ആ ജയിലറയ്ക്കകത്ത് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കാണുവാൻ കഴിയുന്നത്. ആ സാഹചര്യങ്ങളെ മറ്റു വിശ്വാസികളുടെ മുൻപിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി, തന്നെ കാണുവാൻ വേണ്ടി കടന്നു വന്ന മറ്റു വിശ്വാസികളെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വേണ്ടി അവരെ ഉത്സാഹിപ്പിച്ചു വിടുകയും ചെയ്യുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെയാണ് നമ്മൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്. തീമോത്തിയോസിനെയും മറ്റുള്ള അപ്പോസ്തലന്മാരൊക്കെ തന്നെ കാണുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുക മാത്രമല്ല, അവരെ ഉത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടി? ക്രിസ്തുവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി. ആ വേല ചെയ്തപ്പോൾ തന്നെ സന്ദർശിച്ചവർ, താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ, തന്നെ സന്ദർശിച്ചവരൊക്കെ പൗലോസിനെ കുറിച്ചുള്ള വാക്കുകൾ, താൻ നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് കർത്താവിൻ്റെ വേണ്ടി സാക്ഷിയായി നിൽക്കുന്ന ആ തൻ്റെ ദൗത്യമൊക്കെ മറ്റുള്ളവരോട് പറയുന്ന ഒരു ചരിത്രം നമുക്ക് ഈ പുസ്തകത്തിനകത്തു നിന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. ഇനി ഈ പൗലോസിന് എവിടുന്ന ഇത്രമാത്രം ശക്തി ലഭിച്ച് എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ പൗലോസിന് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തനിക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോൾ ഈ സാഹചര്യത്തെ അനുകൂലമാക്കിക്കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ശക്തി എവിടെ നിന്ന് ലഭിച്ചു? നമുക്കെല്ലാവർക്കും അറിവുള്ള വാക്യമാണല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ പ്രവർത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 29 മുതൽ താഴോട്ട് വായിച്ചു വരുന്ന മുമ്പേ ഓർപ്പിച്ചൊരു വാക്കുണ്ട്. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപദേശിച്ചും പോകുന്നു. ഈ 2 വർഷം ആ റോമൻ കാരാഗൃഹം എന്ന് പറയുമ്പോൾ വീടിന്റെ തടങ്കിൽ ആക്കിയിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ആ വീട്ടിനകത്ത് തന്നെ കാണുവാൻ വേണ്ടി കടന്നു വരുന്നവരോട് തൻ്റെ നിരാശയുടെ വാക്കുകൾ അല്ല അവിടെ പറഞ്ഞത്. തൻ്റെ പ്രസൻസ് അനുഭവിക്കുന്ന ദൈവരാജ്യത്തിന്റെ സന്ദേശം തന്നെ കാണുവാൻ കടന്നു വന്നവരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അതിന് ആവേശം ഉൾക്കൊണ്ടവരായിട്ട് അവർ വെളിയിൽ പോയി ദൈവസഭയിലെ മറ്റുള്ള ദൈവദാസന്മാരോടും ദൈവജനത്തോടും കർത്താവിനെ കുറിച്ച് പറഞ്ഞ് പൗലോസ് അനുഭവിക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും കഴിഞ്ഞു എന്ന് ഈ വാക്യത്തിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. ഇനി പൗലോസിന് എവിടുന്ന് ഇത് ലഭിച്ചത്? യേശു കർത്താവിന്റെ വാക്കിൽ നിന്നാണ് പൗലോസിനെ ഈ ഊർജം പകരുവാൻ കഴിഞ്ഞത്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവൻ അവരോട് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ.
അല്ലെങ്കിൽ സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. പൗലോസിന് എവിടെ ഈ ധൈര്യം ലഭിച്ചത്? പൗലോസ് അപ്പോസ്തലൻ യേശു കർത്താവിന്റെ വാക്കുകൾ അതുപോലെ താൻ ഏറ്റെടുത്തു. സകല സൃഷ്ടിയോടും തന്റെ കൈകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ സോൾജിയറും ദൈവരാജ്യത്തിന്റെ അവകാശിയാണെന്നുള്ള ബോധ്യം, ദൗത്യം പൗലോസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ സൃഷ്ടിയോടും കർത്താവിന്റെ വചനം പറയുവാൻ യേശു കർത്താവിന്റെ വാക്കുകൾ അതുപോലെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, യേശു പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിന്നെ അയക്കുന്നു. യേശു ക്രിസ്തുവിനെ അയച്ചതുപോലെ യേശു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ ദൗത്യം അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഏറ്റെടുത്തിട്ട് യേശു ക്രിസ്തു ചെയ്തതുപോലെ യേശു ക്രിസ്തുവിന്റെ പക്വത പ്രാപിച്ച ഒരു സാക്ഷിയായി തീരുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ അത് ഏറ്റെടുത്തു. എങ്ങനെ ഏറ്റെടുത്തു? പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് കാണാപ്പാടം അറിയുന്ന വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകി തീരുകയും നിങ്ങൾ പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ പൗലോസിന് ഈ വാക്കുകൾ വായിച്ച് പൗലോസിന് അറിയാം, പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദർശനം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ ദർശനം പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ, യേശു ക്രിസ്തുവിന്റെ പക്വത പ്രാപിച്ച ആ സാക്ഷിയായി തീർന്ന പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അയക്കുന്ന സ്ഥലത്ത് എവിടെയായിരുന്നാലും അവിടെ കർത്താവിനെ കുറിച്ച് അറിയിക്കുക. അത് സാഹചര്യം പ്രതികൂലമായിരുന്നേക്കാം, സാഹചര്യം അനുകൂലമല്ലായിരുന്നേക്കാം, സാഹചര്യം എന്റെ കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോയില്ലെന്ന് വന്നേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിഞ്ഞാൽ, ആ അകത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തോളം എന്നെ അയക്കുന്ന സ്ഥലത്തെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവരായി തീരണം. അതുകൊണ്ടാണല്ലോ ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന് 21-ാം വാക്യത്തിൽ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നു, പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് അകത്തോട്ട് വന്നു കഴിഞ്ഞുള്ള കുഴപ്പങ്ങൾ ഇതൊക്കെയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞുള്ള കുഴപ്പങ്ങൾ ഇതൊക്കെയാ. പത്രോസ് പറയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ. പൗലോസ് പറയാണ്, ഞാൻ അനുഭവിച്ച രക്ഷയുടെ വിടുതലുകൾ എനിക്ക് ജയിലറയ്ക്കകത്ത് കടന്നാലും അത് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുണ്ട്. അത് എൻ്റെ അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത്, ഞാൻ അനുഭവിച്ച സന്തോഷം, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലെങ്കിലും എനിക്കത് പറയാതിരിക്കുവാൻ കഴിയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന് അതേ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലുള്ളതിനാൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ ഏത് ആത്മാവിനാൽ അത് എഴുതിയിരിക്കുന്നു, അതേ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളതിനാൽ ഞാൻ അത് കേട്ട് സംസാരിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ബന്ധപ്പെടുകയാണ്. അതുകൊണ്ടാണ് 2 തീമോഥെയോസിന്റെ ലേഖനം, ഞാൻ വാക്യങ്ങൾ വേഗം പറഞ്ഞു പോവുകയാണ്. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ തീമോഥെയോസിനോട് പറയുന്ന വാക്കുണ്ട്, അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ, പൗലോസിനെ കുറിച്ചും ലജ്ജിക്കാതെ സുവിശേഷത്തിന്റെ ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടി സുഖിക്ക എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. തീമോഥെയോസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കഷ്ടതയിൽ റോമ ഗവൺമെന്റ് ചങ്ങലയ്ക്കകത്ത് ിട്ടപ്പോഴും അടിച്ചപ്പോഴും ഈർച്ചവാളേറ്റപ്പോഴും നഗ്നത അനുഭവിച്ചപ്പോഴും പട്ടിണി അനുഭവിച്ചപ്പോഴും തീമോഥെയോസിന് പറയാണ്, അവന്റെ ബദ്ധന എന്നെയും കുറിച്ചു ലജ്ജിക്കാത്തൊരു സുവിശേഷകനായി ദൈവശക്തിക്കൊത്തവണ്ണം നീ പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് സുവിശേഷത്തെ ലജ്ജിപ്പിക്കുന്ന ശക്തിയല്ല. ആ ലജ്ജിപ്പിക്കാതെ വണ്ണം ആ ദൈവശക്തി ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. സുവിശേഷ വേലയിൽ ഇറങ്ങിയിട്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഞാനും നിങ്ങളും സുഖിച്ച് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലങ്ങളെല്ലാം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു കർത്താവിന്റെ ദാസന്മാർക്ക്, കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കഷ്ടതയുണ്ട്. ആ കഷ്ടതയിലും യേശു ക്രിസ്തു നിമിത്തം ആ സാഹചര്യങ്ങളെ കീഴ്പ്പെടുത്തി കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം
2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് അത് പൂർണ്ണ ഗൗരവത്തോടു കൂടി പ്രസംഗിക്കണം. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ, ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണ ഗൗരവത്തോട് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് വന്നവനെ കുറിച്ച് പറയാണ്, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇനിയും പത്രോസ് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ പ്രത്യാശയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും പൂണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അപ്പോൾ ഒരു സുവിശേഷകൻ, ദൈവകൃപ പ്രാപിച്ചവൻ, കർത്താവിന്റെ പക്വതയോട് ക്രിസ്തുവിന്റെ സാക്ഷ്യം പ്രാപിച്ച വ്യക്തി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായി തീരണം. ഇനി ഞാൻ വേഗം കടന്നു പോകട്ടെ, സമയം നമ്മുടെ മുൻപിൽ വേഗം ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇനി ഈ പൗലോസ് അപ്പോസ്തലൻ 15-ാം വാക്യം മുതൽ താഴോട്ട് വാക്യം വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ തൻ്റെ ജീവിതയാത്രയിൽ തൻ്റെ പ്രസംഗം കേട്ടവർ, തന്നെ കുറിച്ച് അറിഞ്ഞവർ, ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ, താൻ്റെ ജയിലറയ്ക്കകത്ത് താൻ കഷ്ടമനുഭവിച്ചപ്പോൾ കടന്നു വന്ന തീമോത്തിയോസ് ഉൾപ്പെടെ മറ്റുള്ള വ്യക്തി ജീവിതങ്ങൾ, ജയിലറയ്ക്കകത്ത് കടന്നു വന്ന വിശ്വാസികളൊക്കെ ഈ വെളിയിൽ പോയിട്ട് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞത് മറ്റു ചിലർക്ക് നിരാശ ഉളവാക്കുന്നവരായി മാറി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ അവരുടെ അസൂയയ്ക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിലോ ഞാൻ ആഗ്രഹിച്ചോ പങ്കു ചേർന്നിട്ടോ ഇല്ല. കാരണം ക്രിസ്തു നിമിത്തം എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടി സന്നദ്ധത അറിയിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെയാണ് നമുക്ക് ആ വാക്യത്തിലൂടെ കണ്ട് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത് 15-ാം വാക്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ചിലർ ക്രിസ്തുവിനെ അസൂയോടും പിണക്കും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. ചിലർ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കേട്ടവർ, തന്നെ കുറിച്ച് അറിയുന്നവർ ഒക്കെ ചിലർ അസൂയോടുകൂടി പ്രസംഗിക്കുമ്പോൾ ചിലരോ നല്ല മനസ്സാക്ഷിയോട് പ്രസംഗിക്കുന്നു. ഞാൻ താഴോട്ട് പറഞ്ഞു വരാം. ഈ സമൂഹത്തിൽ നല്ല വിലയും സ്ഥാനവും വിശ്വാസിയിടയിൽ തനിക്ക് ലഭിക്കുന്ന മാന്യതയൊക്കെ കണ്ടപ്പോൾ കൂടെ പ്രസംഗിക്കുന്ന, ഒരുപക്ഷെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം അപ്പോസ്തലന്മാർ മുഖാന്തരമായി ലഭിച്ചവർ പലരും പ്രസംഗിക്കുവാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ റോമാ പട്ടണത്തിലൂടെ ഇറങ്ങി. അവരൊക്കെ ഇത് കണ്ടപ്പോൾ പൗലോസിന് ലഭിക്കുന്ന ആ സാക്ഷ്യം, ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിനേക്കാൾ മുന്നിൽ കർത്താവിനെ അറിഞ്ഞ്, ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ, ഈ വേദപുസ്തകത്തില്ലാത്ത കാര്യം ഞാൻ എൻ്റെ ഭാവനയിൽ അങ്ങ് പറയും, യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ട്, ആ ക്രൂശീകരണം നേരിട്ട് കണ്ടിട്ട്, ഒരു പക്ഷേ യേശു ക്രിസ്തു ശിഷ്യന്മാരായി പിന്നീട് കാലത്തിൽ മാറിയവർ ഈ പൗലോസ് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ, പൗലോസിനെ കുറിച്ചുള്ള അനുഭവ സമ്പത്തും മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അസൂയയും നിരാശയും തോന്നി. അങ്ങനെ ഉള്ളവരെ കുറിച്ചും പൗലോസ് പറയാണ്, ഞാൻ അവരെ പ്രതിവാദിക്കുവാനോ അവരെ കുറ്റം പറയുവാനോ ഞാനില്ല. ഞാൻ പ്രസംഗിച്ചാലും അവർ പ്രസംഗിച്ചാലും യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലോ പ്രസംഗിക്കുന്നത് എന്നാ പൗലോസ് പറയുന്നത്. ആ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? പലപ്പോഴും പല ആത്മീയ സമൂഹത്തിനകത്തും ആരെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ടാൽ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിനകത്ത് പൗലോസ് പറയാണ്, ആര് പ്രസംഗിച്ചാൽ എന്താ, അവർ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ പ്രസംഗിക്കുന്നേ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നതായിട്ടും നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഓരോരുത്തർക്കും ഓരോ വിളി പൗലോസ് അപ്പോസ്തലൻ അവിടെ കാണുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരം ചിലർ അസൂയോട് പ്രസംഗിക്കുന്നു, ചിലർ പിണക്കത്തോടു കൂടി പ്രസംഗിക്കുന്നു, ചിലർ മാന്യതയോടെ നല്ല മനസ്സാക്ഷിയോടെ പ്രസംഗിക്കുന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാത്തൊരു വാക്കുണ്ട്, അവരവർക്ക് ലഭിച്ച വിളിക്ക് ഒത്തവണ്ണം അവരോർ ചെയ്യുന്നു. ഒരാൾക്ക് ഒരു വർഷം പ്രസംഗിക്കാനായിരിക്കും ദൈവകൃപ കൊടുത്തിരിക്കുന്നത്, ഒരാൾക്ക് പ്രാർത്ഥിക്കാനായിരിക്കും ദൈവകൃപ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ ദൈവകൃപ കൊടുത്ത വ്യക്തി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ലഭിച്ച ദൈവവിളിക്ക് അവർക്ക് കൊടുത്ത ദൈവകൃപയ്ക്ക് അവർക്ക് കൊടുത്ത കൃപയിലോട്ട് അത് എനിക്കും കൂടി വേണമെന്നല്ല അവകാശപ്പെടുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ ജ്വലിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗത്യം എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വാക്ക് പറഞ്ഞപ്പോൾ ഈ പത്രോസ് പണ്ട് യേശു കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് യേശു കർത്താവ് പറഞ്ഞൊരു മറുപടിയുമുണ്ട്. 21-ാം അധ്യായത്തിൽ നമുക്ക് പരിചയമുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ യൂദയെക്കുറിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. അതിന് യേശു അവനോട് ഉത്തരം പറഞ്ഞെന്നറിയാമോ? ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്ക് എന്ത്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ
ഏറ്റവും വലിയ ഒരു ചോദ്യത്തിന് ആൻസറാണത്. ഈ നമുക്ക് പലപ്പോഴും ആത്മീയ ലോകത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് എന്ത് ഭവിക്കുമെന്ന് നമ്മൾ തിരഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ യേശു കർത്താവ് പറയണം, അവൻ എന്ത് ഭവിച്ചാൽ എന്ത്, നിന്നെ ഏൽപ്പിച്ച വിളിക്കനുസരിച്ച് നീ നിന്റെ ദൗത്യം പൂർത്തീകരിക്കുക. പൗലോസ് നമ്മളെ പഠിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്. മറ്റുള്ളവന്റെ കുറവും കുറ്റവും കണ്ടുപിടിച്ച് പോകുവാൻ വേണ്ടി അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യം യേശു ക്രിസ്തുവിന്റെ നല്ല സാക്ഷിയായിട്ട് മറ്റുള്ളവരിലേക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുമ്പോൾ, മറ്റുള്ളവരും പ്രസവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ അവരും അത് ചെയ്യട്ടെ എന്നുള്ള ദൗത്യത്തെ കുറിച്ച് പോകണം. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അതുപോലെ ഏറ്റെടുത്ത് അനുഗമിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ ക്രിസ്തുവിന്റെ പക്വത പ്രാപിച്ച ക്രിസ്തുവിന്റെ സാക്ഷികൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ ക്രിസ്തുവിന്റെ പക്വത പ്രാപിച്ച സാക്ഷികളെന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്കുകളാണ്. 4-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളൊക്കെ പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. അതിന് തൊട്ടടുത്ത വാക്യം, ഗ്രഹവിചാരന്മാർ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. കാരണം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ വിശ്വസ്തരായി തീരണം. എന്നെ ഏൽപ്പിച്ചത് ദൈവസഭയെ നയിക്കുവാൻ വേണ്ടിയാണെങ്കിൽ, എന്നെ ഏൽപ്പിച്ചത് ദൈവസഭയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിൽ, എന്നെ ഏൽപ്പിച്ച മറ്റ് ഈ ദൈവസഭയ്ക്കകത്ത് സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ വേണ്ടിയോ മറ്റുള്ളവരെ കൈത്താങ്ങാൻ വേണ്ടിയോ സ്നേഹിക്കുവാൻ വേണ്ടിയോ ഒക്കെയുള്ള ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അതിൽ നാം വിശ്വസ്തരായി തീർന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അർത്ഥപൂർണമായി തീർന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ 1-2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ 5-ാം, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവിനെ കർത്താവ് എന്നു ഞങ്ങളെ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പൗലോസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും യെശയ്യാ പ്രവചനം 56-ാം അധ്യായം 10-ാം വാക്യമൊക്കെ നല്ല ശുശ്രൂഷകന്റെ ദൈവമക്കളുടെ പക്വത പ്രാപിച്ച ക്രിസ്ത്യ വിശ്വാസികളെ കുറിച്ചൊക്കെ ഈ യെശയ്യാവിന്റെ പ്രവചനം 56-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് ഭവനത്തിൽ പോയി വായിച്ച് മനസ്സിലാക്കി എടുത്താൽ മതി. ഞാൻ ആ ഭാഗം അവിടെ നിർത്തി. ഇനി 5 മിനിറ്റ് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ഞാൻ ആ ഭാഗം നിർത്തി. ഇനി 3-ാമത്തെ ഭാഗത്തിൽ 19-ാം വാക്യത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ശ്രദ്ധ തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഒരു വിടുതലിന്റെ സാക്ഷ്യമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. പക്വത പ്രാപിച്ച ഒരു ക്രിസ്ത്യ വിശ്വാസി, ഒരു ക്രിസ്ത്യ സാക്ഷ്യമുള്ള വ്യക്തി എങ്ങനെയാണ് അന്ത്യത്തെക്കുറിച്ച് നല്ല ഉറപ്പ് അവിടെ കാണുവാൻ കഴിയും. വിടുതലൊക്കെ എന്ന് പറയുമ്പോൾ ഡെലിവറൻസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വിടുതലുകളൊക്കെ നമ്മുടെ ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, സാമ്പത്തിക സൗഖ്യത്തെ കുറിച്ച്. പൗലോസ് പറയുന്നത് ഇവിടുത്തെ ഡെലിവറൻസ്, വിടുതൽ എന്ന് പറയുന്നത് തൻ്റെ ആത്മാവിൻ്റെ ഒരു വിടുതലിനെ കുറിച്ച്, അതിൻ്റെ സന്തോഷത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഈ സന്തോഷത്തിൻ്റെ താൻ പറയുന്ന വാക്കുതാണ്, അതിൻ്റെ ഒരു അന്ത്യത്തെക്കുറിച്ചുള്ള ഉറപ്പ്, രക്ഷയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഉറപ്പിനെ കുറിച്ച് പൗലോസ് പറയാണ്. ഏത് സാഹചര്യത്തിലും ക്രിസ്തു എന്നെ രക്ഷിച്ചത് ഓർക്കുമ്പോൾ, സാഹചര്യം ഇരുണ്ടതായിരുന്നേക്കാം, സാഹചര്യം അനുകൂലമല്ലായിരുന്നേക്കാം, ജയിലറയ്ക്കകത്താണ് താൻ കിടക്കുന്നത്, പക്ഷെ അവിടെ നിന്നൊക്കെ പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, ഈ യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ എനിക്ക് നല്ല ഉറപ്പ് തരുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്കും ഈ ഉറപ്പ് ഉണ്ടായിരിക്കണം. ഈ യേശു ക്രിസ്തു എൻ്റെ അന്ത്യത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പ് ഉണ്ടായിരിക്കണമെന്ന് ഈ രാത്രിയിലും നമ്മൾക്ക് ആ ഉറപ്പ് പ്രാപിക്കുന്നവരായി തീരണം. ഇനി ഈ ഉറപ്പ് പൗലോസ് അപ്പോസ്തലന് കിട്ടുവാനുള്ള 2 കാരണങ്ങളുടെ ആ വാക്യത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ പ്രാർത്ഥനയാലും, ഒന്ന് പൗലോസ് പറയാണ്, ഈ ഫിലിപ്പ്യ ദൈവസഭ അദ്ദേഹത്തെ പിന്തുണച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയാലും. ഈ താൻ ജയിലറയ്ക്കകത്ത് അകപ്പെട്ട് കിടക്കുമ്പോഴും ദൈവസഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ദൈവ പൈതലിലെ, ഒരു ദൈവവിശ്വാസിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് ദൈവസഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ പൗലോസ് പറയാണ്, ഇരുണ്ട സാഹചര്യമാണ്, അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ കിടക്കുന്നത്, പക്ഷേ തനിക്ക് ഉറപ്പുണ്ട്, ദൈവസഭ, ഫിലിപ്പ്യ ദൈവസഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണല്ലോ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും
ദൈവമക്കൾ ആത്മഹത്യ ചെയ്യാത്തതിന്റെ കാരണം എന്നറിയാമോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുള്ളത് കൊണ്ടാ. മാത്രമല്ല പൗലോസിന് രണ്ടാമത്തെ പറയാനുള്ള കാര്യം എന്നറിയാമോ? പൗലോസ് പറയാണ്, തനിക്ക് ഇത്ര പ്രതികൂലവും പ്രതിസന്ധിയും തന്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ചാലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തനിക്കുണ്ടായിരുന്നു. സാന്നിധ്യം തനിക്കുണ്ടായിരുന്നു. സാഹചര്യങ്ങൾക്ക് പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോഴും തന്നെ കൈത്താങ്ങുന്ന ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കുചേരുന്ന ഞാനും നിങ്ങളും നമുക്ക് ഏറ്റവും ആവശ്യമായി തീരേണ്ടത് രണ്ട് കാര്യം. ഒന്ന് ദൈവസഭയുടെ പ്രാർത്ഥന, രണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഇനി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്തിനു വേണ്ടി നമുക്ക് ലഭിക്കുന്നത്? ഒന്ന്, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട്, നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ലഭിക്കുന്നത് പാട്ടുപാടി തീരുമ്പോൾ മാത്രമുള്ളതല്ലേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമുക്കകത്തേക്ക് കടന്നു വരുമ്പോൾ അനുകമ്പ ഉണ്ടാക്കാൻ, കരുണ ഉണ്ടാക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. പൗലോസ് പറയാണ്, കരുണ ഉണ്ടാകുവാൻ വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമാണ്. മാത്രമല്ല ഇനി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്താ നമുക്ക് വേണ്ടത്? നമ്മെ ഉപദേശിച്ചു വഴി നടത്തുന്നതും ഈ പരിശുദ്ധാത്മാവ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള വാക്യമാണല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളിൽ സകലവും ഉപദേശിച്ചു തരികയും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഉപദേശിച്ചു തരുന്ന പരിശുദ്ധാത്മാവ്. ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന്റെ പക്വത പ്രാപിച്ച വിശ്വാസികളായി എങ്ങനെ നടക്കണമെന്ന് ഓർമ്മപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഞാനും നിങ്ങൾ നടക്കുമ്പോൾ ഒരു കാരണവശാലും ആത്മീയത വിട്ടുപോകുവാൻ കഴിയത്തില്ല. ഒരു കാരണവശാലും ദൈവസഭയോട് സ്നേഹമുള്ളവരായി മാത്രമേ മാറിയുള്ളൂ. ദൈവസഭയ്ക്ക് എതിരെ പ്രവർത്തിക്കത്തില്ല, ദൈവദാസന്മാർക്ക് എതിരെ പ്രവർത്തിക്കത്തില്ല, കൂട്ടുവിശ്വാസികൾക്ക് എതിരെ പ്രവർത്തിക്കത്തില്ല. കാരണം അകത്ത് എപ്പോഴും ഉപദേശിച്ചു തരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. മാത്രമല്ല കൂട്ടുവിശ്വാസികളെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് നടക്കത്തില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. പൗലോസ് പറയാണ്, ഇത് ഉപദേശിച്ചു തരുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. തന്റെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം താൻ പ്രാപിച്ചു കഴിയുമ്പോൾ അത് തനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല ഈ സാഹചര്യങ്ങൾ എന്തു തന്നെ വന്നാലും അതിനകത്ത് വഹിച്ച് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് തരും. ജീവിതയാത്രയിൽ ഈ കാര്യസ്ഥൻ അകത്തു കയറിക്കഴിഞ്ഞാൽ, ഈ കാര്യസ്ഥനാകുന്ന ആത്മാവ് അകത്തു കയറിക്കഴിഞ്ഞാൽ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുവാനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ദൈവകൃപ നമുക്ക് തരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. മാത്രമല്ല ഞാൻ മുന്നോട്ട് വേഗം കടന്നു പോകട്ടെ. നമ്മുടെ ജീവിതത്തെ ബോധ്യം വരുത്തി തരുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. മാത്രമല്ല ദൈവത്തിന് ആഴമേറിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. വേറെങ്ങും പോണ്ട, ആരുടെ അടുത്തും പോകണ്ട, ഈ പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക്. അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 മുതൽ വാക്യങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ, ആരുടെയും ഹൃദയത്തിൽ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ഈ ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതെൻ്റെ വ്യക്തിപരമായ ജീവിതമായിരുന്നേക്കാം, എൻ്റെ സഭാപരമായ ജീവിതമായിരുന്നേക്കാം, കുടുംബപരമായ ജീവിതമായിരുന്നേക്കാം, കുഞ്ഞുങ്ങളുടെ ജീവിതമായിരുന്നേക്കാം. അതെല്ലാം മുഴങ്കാലുകളിൽ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിയുമ്പോൾ വേറെ ആര് വന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു പോകുന്ന ഒരു ദൈവവേദന അത് അനുഭവിക്കുവാനും അത് അനുഭവിച്ചറിയുവാനും കഴിയും. മാത്രമല്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും കൂടി ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ടാണ് റോമാലേഖനം 8-ന്റെ 25-ാം വാക്യം പറയുന്നത്, അവണ്ണം തന്നെ ആത്മാവ് നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ച കൂടാതെ നിരക്കളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ഈ ആത്മാവ് നമ്മളെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ
ഫലം കായ്ക്കുന്നവരായി കഴിയും. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നവരായി തീരും. ഞാനിവിടെ നിർത്തുകയാണ്, കാരണം സമയം നമ്മുടെ മുൻപിൽ തീർന്നല്ലോ. ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കുന്നവരായി നമ്മൾ തീരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ഈ വാക്ക് പറഞ്ഞ് ഇവിടെ നിർത്തുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്കുള്ളത് കൊണ്ട് ഈ രക്ഷകർ എൻ്റെ രക്ഷ പൂർണ്ണമായി തീരുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവനായി കഴിഞ്ഞു. ജീവപുസ്തകത്തിൽ എൻ്റെ പേരുമുണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം അതുപോലെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, അതുപോലെ ഓടുവാൻ വേണ്ടി സഭയ്ക്കകത്ത് എന്നെ ഏൽപ്പിച്ച ദൗത്യം, വിശ്വാസികളിടയിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം, ഇനി പോട്ടെ വെളിയിൽ മറ്റുള്ള സുവിശേഷം അറിയിക്കുവാനുള്ള ഏൽപ്പിച്ച ദൗത്യം, എന്നെ ഏൽപ്പിച്ച പ്രാർത്ഥനാപരം, എന്നെ ഏൽപ്പിച്ച പ്രവചനപരം എന്തുമായിരുന്നോട്ടെ അത് എൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. ആ രക്ഷയുടെ അന്ത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ക്രിസ്തുവിനെ ഒരിക്കൽ മുഖാമുഖമായി കണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുമെന്ന് പൗലോസ് ഈ രാത്രിയിൽ നമ്മളെ ഓർപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിലും ഒരു കാര്യം ഉറപ്പാണ്, ആ അന്ത്യനാളിനെ കുറിച്ച് നമുക്കും നല്ല ഉറപ്പുണ്ടായിരിക്കണം. കാരണം കാലം കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ മുമ്പ് ഓർപ്പിച്ചതുപോലെ കാലം തീരാറായി, കാഹളം ധ്വനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ കാഹളം ധ്വനിക്കുമ്പോൾ ഞാനിവിടെ ശേഷിക്കത്തില്ല, എൻ്റെ പിതാവിൻ്റെ മുഖം കാണും. എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട്. എന്നെക്കൾക്ക് പ്രിയ സ്നേഹിതരെ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരും പദവിയുള്ളവരൊക്കെ ഒത്തിരി പേര് മരിച്ചുപോയി. ഈ രാത്രിയിൽ നമ്മുടെ ജീവനെ ശേഷിപ്പിച്ചിരിക്കുന്നത് ഒന്നിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്തൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നവരായി തീർന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടാൻ, ദൈവസന്നിധിയിൽ വേല ചെയ്യുവാൻ വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചന കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിന്മകൾ നമുക്കു നേരിടേണ്ടതുണ്ടു, നാം നന്മകളാൽ ജയം വരിക്കണം. തിന്മകൾ നമുക്കു നേരിടേണ്ട